പാലക്കാട് പനിയമ്പാടം അപകടത്തിൽ ശാശ്വത പരിഹാരം വേണമെന്ന് നാട്ടുകാർ മീറ്റിംഗിൽ ആവശ്യം അറിയിച്ചിട്ടുണ്ട്. കൃത്യമായ നടപടി ഉണ്ടായില്ല എങ്കിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ പറയുന്നു. പാലക്കാട് പനയമ്പാടം അപകടത്തിൽ കളക്ടറേറ്റിൽ വെച്ച് യോഗം ചേരുകയുണ്ടായി. യോഗത്തിൽ പങ്കെടുത്ത നാട്ടുകാരായ ആളുകൾ ചേരുകയാണ്. എന്തൊക്കെയാണ് യോഗത്തിൽ പ്രധാനമായിട്ടും നിങ്ങൾ ആവശ്യമായിട്ട് പറഞ്ഞത്? എങ്ങനെയാണ് യോഗത്തിൽ തൃപ്തരാണ്? ഞങ്ങൾ ഈ യോഗം, ഇത്തരത്തിലുള്ള യോഗം, അനവധി യോഗത്തിൽ പങ്കെടുത്ത് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. യാതൊരു ശാശ്വത പരിഹാരവും കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. ദേശീയപാത നിർമ്മാണത്തിൻ്റെ ആ ഒരു ഗൗരവം നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം ഇപ്പോഴും ഉള്ളത്. ആ പനയമ്പാടം കരിമ്പ പഞ്ചായത്ത് പ്രദേശത്തിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണം പുനർനിർമ്മിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യമായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുവരെ താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ കുറേ നിർദ്ദേശങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉന്നതതലം സംഘം സംഭവസ്ഥലം പരിശോധിച്ച് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാമെന്ന ആ ഒരു ഒഴുക്കൻ മട്ടിലുള്ള സംസാരം ആയിരുന്നു എങ്കിൽ പോലും അതിൻ്റെ ഒരു റിവ്യൂ മീറ്റിംഗ് ഉടനെ വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. കളക്ടറുടെ സാന്നിധ്യത്തിൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒരു മീറ്റിംഗ് വീണ്ടും വിളിച്ചു ചേർത്ത് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേ ഈ 4 പെൺകുട്ടികളുടെ ദാരുണമായ അന്ത്യത്തിൽ ആ കുടുംബം പ്രയാസപ്പെടുകയാണ്. അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ കേസ് വളരെ ഗൗരവമായി പരിശോധിച്ചുകൊണ്ട് ആരൊക്കെയാണ് അതിന് കുറ്റക്കാർ അവർക്കെതിരെ കൃത്യമായ വകുപ്പ് ചേർത്ത് കേസ് പ്രതികളാക്കി ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാട്ടുകാർ എല്ലാം മറന്നുകൊണ്ട് രാഷ്ട്രീയമൊന്നും അതിലില്ല. ആ നാടിൻ്റെ ഒരു പൊതുവിഷയമായി ഏറ്റെടുത്തുകൊണ്ട് ഈ വിഷയം പരിഹരിക്കുന്നത് വരെ പിന്നെ ഇതിൽ രൂക്ഷമായ സമരത്തിൻ്റെ മൂഡിലാണ് ആളുകളുള്ളത്. എന്താണ് ഇവർ ചെയ്യുക എന്നുള്ള ഒരു നിരീക്ഷണത്തിലാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇതിന് റിസൾട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളെ കേരളം തന്നെ ശ്രദ്ധിക്കുന്ന അതിരൂക്ഷമായ ഒരു സമരമായിട്ട് ഇത് മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രയധികം ജീവനുകളാണ് അവിടെ പൊലിഞ്ഞിട്ടുള്ളത്. ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞൊരു കാര്യം, അച്ഛനും അമ്മയും 2 കുട്ടികളും വന്ന ഒരു ബൈക്കിൽ വന്നിട്ട് അച്ഛൻ മരിക്കുകയാണ്, തൊട്ടടുത്ത നിമിഷം അമ്മയും മരിക്കുകയാണ്, 2 കുട്ടികളൊക്കെ അനാഥമായി. അങ്ങനത്തെ ഒട്ടേറെ കേസുകളുണ്ട്. മരണം 2 വരെയായിരുന്നു, 4 ആയപ്പോഴുള്ള ഒരു ഗൗരവമാണിത്. ഇതിൽ ഇനി ഇതിന് പരിഹാരം ഉണ്ടായില്ല, ഇനി ഇതിലും കൂടുതലുള്ള മരണങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും. കാരണം ഏകദേശം അറിയാൻ കഴിഞ്ഞത് 40-ൽ പരം മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ജനം ഭയങ്കരമായ ഇന്നലെ അവിടെ കണ്ടല്ലോ, കലക്ടറേയും അതുപോലെ MLA ഇവരൊക്കെ വന്ന് വഴി തടഞ്ഞിട്ട് ഞങ്ങൾ തന്നെ ഭയപ്പാടിലായിരുന്നു, ജനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല. അങ്ങനെ അത്ര സംഭവങ്ങളാണ് അവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ശാശ്വതമായ പരിഹാരം വേണം. അതിന് ശാശ്വതമായ പരിഹാരം അല്ലെങ്കിൽ പരിഹാരം ഉണ്ടാവുന്നത് വരെ അവിടെ എല്ലാം മറന്നുകൊണ്ട് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അത് പരിഹരിക്കുന്നത് വരെ, ഞാൻ അതാ പറഞ്ഞത്, അടിവരയിട്ട് പറഞ്ഞത്, കേരളം ശ്രദ്ധിക്കുന്നത് പോലെ ഭീകരമായ ഒരു സമരത്തിൻ്റെ മൂഡിലാണ് ആളുകൾ. അത്രയും പ്രയാസത്തിലാണ്. കാരണം കിടപ്പാടല്ലാത്ത രീതിയിലുള്ള വാടകപ്പേരെ താമസിക്കുന്ന അത്ര പാവപ്പെട്ടവരാണ് നാട്ടിൽ മരിച്ചിട്ടുള്ളത്. ആ കുട്ടികളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ ഒരു ഭയങ്കരമായ ഒരു പ്രക്ഷുബ്ധമാണ് അവിടെ. വാക്കുകൾ എങ്ങനെയാണ് എടുക്കുന്നത്? വിദഗ്ധ സംഘം പരിശോധിക്കും. അത്രയും ഞാനതിൽ പങ്കെടുത്തത് ട്രേഡ് യൂണിയൻ്റെ പ്രതിനിധി നിൽക്കുകയാണ്, STUവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി നിൽക്കുകയാണ്. നമ്മളെ 2 തൊഴിലാളികളുടെ മക്കൾ ഈ ദുഃഖത്തിൽ. അപ്പോൾ ആ കുട്ടിയുടെ സ്വപ്നം പോലും സ്വന്തമായ ഒരു വീട്ടിൽ താമസിക്കാനുള്ള ഒരു ആഗ്രഹം പോലും ആ കുട്ടിക്ക് ജീവിതത്തിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ കുടുംബത്തിനെങ്കിലും ആ കുട്ടിയുടെ ഒരാഗ്രഹം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടെടുക്കണം. പിന്നെ ഇത് ദേശീയപാത അതോറിറ്റിൻ്റെ വലിയൊരു വീഴ്ചയാണ്. ആ കണത്തിൽ ശാസ്ത്രീയമായ പരിശോധന നടത്തി ഫ്ലൈ ഓവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കാൻ പറ്റുമോ എന്നുള്ള തലത്തിലേക്ക് ചിന്തിക്കണമെന്നുള്ളതാണ് നമുക്ക് അതിൽ പറയാനുള്ള ഒരു നിർദ്ദേശം. ഏതായാലും കുട്ടിയുടെ വീടിൻ്റെ കാര്യത്തിൽ അനുഭവപൂർവ്വമാണ് ഭരണകർത്താക്കൾ നമുക്ക് മറുപടി തന്നിട്ടുള്ളത്. മീഡിയ നിങ്ങളുടെ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ.